ഫ്രണ്ട്സ് നമ്മളൊരു സിനിമ കണ്ട് വന്നിരിക്കുകയാണ്. ഇന്നൊരു പെരുന്നാളാണ്. വലിയ പെരുന്നാൾ. എല്ലാവർക്കും വലിയ പെരുന്നാൾ ആശംസകൾ. ഒരു സിനിമ കണ്ട് വന്നിട്ട് എന്താപ്പം ഞാൻ പറയണ്ടേന്ന് എനിക്കറിയാത്തൊരവസ്ഥയാണ്. സത്യം പറയട്ടെ അതാണ് അവസ്ഥ. കാരണം ഒരു നല്ല ആക്ഷൻ ഫിലിം കാണാമെന്ന് വിചാരിച്ച് ഞാൻ തിയേറ്ററിലേക്ക് പോയിട്ട് ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ട് വീട്ടിലേക്ക് തിരിച്ചു വരേണ്ട അവസ്ഥ. എല്ലാ ഐറ്റവും ഉണ്ട്. മാസിന് മാസുണ്ട്, ആക്ഷനുണ്ട്, ടെക്നിക്കലി ടു ഗുഡാണ്. ഒരു മോശം പറയാനില്ല. CG വർക്കാണെങ്കിലും ഗ്രാഫിക്സ് ആണെങ്കിലും കാസ്റ്റിംഗ് ആണെങ്കിലും എല്ലാം കൊണ്ടും മികച്ചിട്ടുണ്ട്. പോൾ ജോർജാണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഡെബ്യൂട്ട് ഫിലിമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ക്യൂബ്സ് ഇൻ്റർനാഷണലിൻ്റെ ബാനറിൽ ഷെരീഫ് മുഹമ്മദാണ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ അവസ്ഥ ഏകദേശം ഇതായിരുന്നു. ഡു യു ഫീൽ എനിത്തിങ്? നോ. അതെ, അതാണ് എൻ്റെ അവസ്ഥ. എല്ലാം ഉണ്ട്, പക്ഷെ ഒന്നുമില്ല. അതവസ്ഥ ഒന്നും നമുക്ക് ഫീൽ ചെയ്യണില്ല. ഒരു നല്ല ആക്ഷൻ സീക്വൻസ് വരുമ്പോഴോ അല്ലെങ്കിൽ ഒരു മാസ് ഡയലോഗ് സീക്വൻസ് വരുമ്പോഴോ നമുക്ക് അതങ്ങോട്ട് എന്താ പറയുക എഫക്റ്റ് ചെയ്യണില്ല എന്നുള്ളതാണ് സത്യം. ഇവർ ഈ സ്റ്റോറി ലൈൻ എന്താ പറയുക മേക്കിങ്ങിൽ പിടിച്ചിട്ട് സ്റ്റോറി ലൈനിൽ കൈയൊഴിഞ്ഞ അവസ്ഥയില്ല അത്. കാരണം സ്റ്റോറി ലൈനിൽ ഇവർ ഒരു തരത്തിലും സ്ക്രീൻ പ്ലേ ആണെങ്കിലും ശരി, സ്ക്രിപ്റ്റ് ആണെങ്കിലും ശരി, ശരിയായ രീതിയിൽ വർക്ക് ചെയ്തിട്ടില്ല എന്നുള്ളത് അറിയാണ്ട്. 2 മണിക്കൂറും എത്ര 10-15 മിനിറ്റിൻ്റെ അടുത്തുള്ള ഈ സിനിമ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ ആ സമയം നമ്മൾ അറിയുകയാണ് ഈ സിനിമ കണ്ടു തീരുമ്പോഴത്തേനും. കാരണം ഒരുപാട് സമയമുള്ള പോലെ ഫീൽ ചെയ്യും. അത് പ്രധാനമായിട്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയിൽ അഭിനയിച്ച ആക്ടേഴ്സിനെ ഒരിക്കലും നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല. കാരണം അവരൊക്കെ നല്ല പെർഫോമർമാരാണ്. അതുപോലെ അവരൊക്കെ നല്ല അടിപൊളിയായി ചെയ്യും. അതിനനുസരിച്ച് പൈസ ഇറക്കാൻ പറ്റിയ പ്രൊഡ്യൂസറുണ്ട്. പക്ഷേ ഒരു ക്യാരക്ടറിനൊരു ഡെവലപ്മെൻറ്റോ അല്ലെങ്കിൽ പുതിയതായിട്ടൊന്നും ഇവർക്കിതിൽ ചെയ്യാനില്ല. ആക്ഷൻ ബേസ് ഒഴിവാക്കി കഴിഞ്ഞാൽ, മേക്കിംഗ് ബേസ് എല്ലാത്ത വക നോക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ സ്ക്രീൻ പ്ലേ എന്ന് പറയുന്നത് ഒരുപാട് കണ്ട് പഴകിയ കഥകളിലെ ആ സ്ക്രീൻ പ്ലേ അങ്ങനെ കൊണ്ടുവന്ന് ഇതിലൊന്ന് കുറച്ച് മാറ്റങ്ങൾ വരുത്തി ഇറക്കിയിട്ടുണ്ട്. കണ്ട് പഴകിയ രംഗങ്ങൾ വീണ്ടും പുതിയ കുപ്പിയിലാക്കി കൊണ്ടുവന്ന പോലെ. ഒരു KGF മുതൽ പുഷ്പ തൊട്ട് അങ്ങനെ അങ്ങോട്ട് കറങ്ങുകയാണ് സിനിമ. അപ്പോൾ ലാസ്റ്റ് ഇറങ്ങി വിലായത്ത് ബുദ്ധയിലടക്കം സിമിലർ ആയിട്ടുള്ള സ്റ്റോറി ലൈനാണ് ഇതിൻ്റെയും. അതിൽ കുറേ ബ്ലഡ് ഷെയ്ഡും ആക്ഷനും ഉണ്ടെന്നുള്ള ഒഴിച്ചാൽ വേറെ ഒന്നുമില്ല. വെറും പ്രൊമോഷന് വേണ്ടി മാത്രമാണ് ഈ കാബിർദാൻ സിംഗിനെ ഇതിൽ കൊണ്ടുവന്നത്. അതുപോലെ സുനിലിനെ കൊണ്ടുവന്നതൊക്കെ. തുടക്കത്തിലെ ഉണ്ണിമുകുന്ദൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സിനിമയിൽ ഞാനില്ലെന്ന്. സത്യം പറയട്ടെ, മാർക്കോ എന്ന് പറഞ്ഞ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് ഈ കാട്ടാളൻ എന്ന് പറഞ്ഞ സിനിമ കണ്ട് നോക്കണം നിങ്ങൾ. ഉണ്ണിമുകുന്ദൻ എന്ന് പറഞ്ഞ നടൻ എത്ര കണ്ട് ആ സിനിമയ്ക്ക് വേണ്ടി ഇൻപുട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഓറ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെന്നുള്ളത്. അതേപോലെ ഈ മ്യൂസിക് രവി ബസ്രൂർ അതിലും ഇതിലും പെടച്ചിട്ടുണ്ട്. പക്ഷേ പെപ്പെ എന്ന് പറഞ്ഞ നടനെ നേരം പോലെ യൂസ് ചെയ്തില്ലെങ്കിൽ അദ്ദേഹത്തെ കൊണ്ട് ആ സ്ക്രീനിലൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് തെളിയിച്ചു. കാരണം അദ്ദേഹം പെർഫോം ചെയ്യുന്നുണ്ട്, പറ്റുന്നിടത്തോളം ഓറയും മാസും ഒക്കെ കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ഫീൽ ചെയ്യണില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എന്താ ചെയ്യാനുള്ളൊരു മുതൽ ഇതിലില്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. എന്നിരുന്നാലും പടം അത്യാവശ്യം എന്താ പറയുക മേക്കിംഗ് വൈസ് നമുക്ക് കണ്ടിരിക്കാം, അത്രേ പറയാൻ പറ്റൂ. ഒരു വൺ ടൈം വാച്ചബിൾ എന്ന് പോലും പറയാനില്ല. പിന്നെ കുറച്ച് ക്യാമിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പ്രതീക്ഷിച്ച പോലെയുള്ള ഒരു ക്യാമിയോ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവില്ല. വേറൊരു തമിഴിൽ നിന്ന് ഒരാൾ വരുന്നുണ്ട്, ആളെ പറ്റി ഞാൻ പറയണില്ല. പറയാൻ വിട്ടു, ഈ ഹനാൻഷ ഉണ്ട് പടത്തിൽ. ഹനാൻഷ സൂപ്പറായിട്ടുണ്ട് കേട്ടോ.